അവിടുന്ന് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ മിടുക്കോ കഴിവോ പണമോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ രാജ്യങ്ങളും തുല്യരാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഞങ്ങളുടെ കുടുംബങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റിയതോർക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരാഗമന കാലം കൂടി, ഒരു ജനന പെരുന്നാൾ കൂടി നാം കൊണ്ടാടി കഴിഞ്ഞുവല്ലോ. നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങളായിരുന്നുവല്ലോ. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കുന്ന ദിവസങ്ങളായിരുന്നുവല്ലോ. എലിസബത്തിൻ്റെയും മറിയയുടെയും ജീവിതം നമ്മെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ധൈര്യമുള്ളവരായിരിക്കാനും സഹനശക്തിയുള്ളവരായിരിക്കാനും പഠിപ്പിക്കുന്നു. ദൈവമേ, അവരുടെ പാതകൾ പിൻപറ്റുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. കുടുംബമായി ഒത്തുകൂടുവാൻ ഒരുക്കിയതായ ഈ അവസരത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബ പാരമ്പര്യത്തിൽ ഉയർന്നു നിന്ന സക്രിയാവിനോട് ഒരു പുതിയ പേരിടാനാണല്ലോ ദൈവം തമ്പുരാൻ ആവശ്യപ്പെട്ടത്. നാഥാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നയിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഓരോന്നും അങ്ങേക്ക് പ്രസാദമുള്ള വാസസ്ഥലങ്ങളാക്കി മാറ്റണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ കുടുംബയോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതായ ഞങ്ങളുടെ ബാവുച്ചായനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകന് ഈ കുടുംബത്തെ നയിക്കുവാൻ വേണ്ടതായ പ്രാപ്തിയും ആരോഗ്യവും ആയുസ്സും എല്ലാം അവിടുന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ വചന ശുശ്രൂഷയ്ക്കായി ഏറ്റിരിക്കുന്ന ഞങ്ങളുടെ എബിയച്ഛനെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ മകൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിനെ നേതൃത്വം നൽകി നയിക്കുന്നതായ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം നന്മയും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രായാധിക്യത്തിലുള്ള ആളുകളെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഇവിടുത്തെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും ഭംഗിയായി നടക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ടുത്തരമല്ലേണമേ. Now
വേർപിരിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളുമായുള്ളവരെ ഓർക്കുക എന്നുള്ള ഒരു കടമയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എല്ലാവരുടെയും, അതായത് എനിക്ക് തോന്നുന്നത് 99% അല്ലെങ്കിൽ 100% ആൾക്കാരുടെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെ പേരുവിവരങ്ങൾ ഈ ബുക്കിലെറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ്. ബുക്കിൻ്റെ 5-ാമത്തെ പേജിൽ മണ്ണിൽ ശാഖയിൽപ്പെട്ട പുത്തൻപീടിയിൽ അരീത്തറയിൽ മണ്ണിൽ പൊടിയച്ചാൻ 16/12/29 നിര്യാതനായി. പുത്തൻപീടിയെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. വിളവിനാൽ ശാഖയിൽ തന്നെ ആൻഡമാൻസ് വിളവിനാൽ ജോൺ തോമസ്
ആൻഡമാൻസ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയത്തില്ല. വിളവിനാലെ നമ്മുടെ മുൻ സ്ഥിരം പ്രസിഡൻ്റായിരുന്ന പാർട്ടി പാപ്പച്ചൻ ഞാനത് പ്രത്യേകം പറഞ്ഞത് അവർ ആൻഡമാൻസിലായതുകൊണ്ടാണ് അവരുടെ നിര്യാണത്തിൽ നമ്മുടെ അനുശോചനം അറിയിക്കുന്നത്. തെക്കേതിൽ ശാഖയിൽ ഓമല്ലൂർ പന്നിയാലി തെക്കേതിൽ ബേക്കർ റൗണ്ടിൽ കുഞ്ഞുമൻറ്റി ഓമല്ലൂരിൻ്റെ ഭാര്യ മെറി 69 വയസ്സിൽ നിര്യാതയായി ഓമല്ലൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ സെമിത്തേരിയിൽ സംസ്കരിച്ചു. തെക്കടത്ത് ശാഖയിൽ പെട്ട പേഴുകണ്ടത്തിൽ ഉപശാഖയിൽ കോന്നി മഞ്ഞക്കടമ്പ് പോത്തുകണ്ടത്തിൽ പി ഡി മാത്തിക്കുട്ടിയുടെ ഭാര്യ പൊന്നമ്മ 53/9/2020 നിര്യാതയായി കോന്നി സെൻറ് ജോർജ് ഓർത്തഡോക്സ് മഹായിടവപ്പള്ളിയിൽ സംസ്കരിച്ചു. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആർക്കെങ്കിലും ഈ ശാഖയിൽപ്പെട്ടവരെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരികയൂടെ ചെയ്യാം. മണ്ണൂർ ശാഖയിൽപ്പെട്ട പത്തനംതിട്ട താഴെ വെട്ടിപ്പുറം നെല്ലിമുക്കൽ ഗാർഡൻസിൽ പരേതനായ എം ജോർജ് മാത്യുവിൻ്റെ ഭാര്യ സാറാമ്മ ഫിലിപ്പ് ലീലാമ്മ 13/2/2020 നിര്യാതയായി പത്തനംതിട്ട ഓൾ സെയിൻറ്റ്സ് CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അധ്യാപികയായിരുന്ന പരേത പള്ളം ഇടക്കനാൽ CS ഹൈസ്കൂൾ ഹെഡ്മിസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. ഉള്ളതിനാൽ കുടുംബചരിത്രം 1-ാം പതിപ്പ് തയ്യാറാക്കുന്നതിൽ ഗണ്യമായ പങ്ക് കുടുംബഗാനം എഴുതുകയും ഈണം കൊടുക്കുകയും ചെയ്ത സ്മരണാർഹമാണ്. മണ്ണൂർ ശാഖയിൽപ്പെട്ട കുരിയിൽ ഉപശാഖയിൽ മല്ലശ്ശേരി മുപ്പളത്തിനാൽ മുരിപ്പേരി അബ്രഹാം ജോർജിന്റെ ഭാര്യ മറിയാമ്മ ഗ്രേസി 2-3/2020 നിര്യാതയായി മല്ലശ്ശേരി CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ജോർജ് വി ജോസഫ് മരുതേത്ത്. പ്രത്യേകമായി എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ കുടുംബയോഗം സെക്രട്ടറി, ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി എല്ലാമായി സേവനം PD വർഗീസ്. തെക്കടത്ത് താഴെ ശാഖയിൽപ്പെട്ട പോത്തുകണ്ടത്തിൽ ശാഖയിൽ കോന്നി മഞ്ഞക്കടമ്പ് പോത്തുകണ്ടത്തിൽ PD വർഗീസ് കുഞ്ഞുമോൻ 28/7 നിര്യാതനായി കോന്നി സെൻറ് ജോർജ് ഓർത്തഡോക്സ് മഹായിടവകയിൽ സെമിത്തേരിയിൽ സംസ്കരിച്ചു. റാഹേലമ്മ വിളവനാൽ ശാഖയിൽപ്പെട്ട കിഴക്ക് കാവുംപുറത്ത് ഉപശാഖയിൽ ഓമല്ലൂർ വാഴവട്ടം വിളവനാൽ മേലേതിൽ പരേതനായ PG ജോർജിൻ്റെ ഭാര്യ റാഹേലമ്മ പെണ്ണമ്മ 90 2/8/2020 നിര്യാതയായി പുത്തൻപീടിയ സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഘട്ടത്തിൽ ഉപശാഖയിൽ മരുന്നുമൂട് പിള്ളതറയിൽ സാൻകുട്ടി ജോയി 63 നിര്യാതനായി മരുന്നുമൂട് സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അദ്ദേഹം കൊച്ചിയിൽ ഷിപ്പിംഗ് കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മിണി മാത്യു വിളവിനാൽ ശാഖയിൽപ്പെട്ട കിഴക്ക് കാവുംപുറത്ത് ഉപശാഖയിൽ കുളത്തുപ്പുഴ ESM കോളനി വിളവിനാൽ KJ മാത്യുവിൻ്റെ ഭാര്യ അമ്മിണി 26/8/2020 നിര്യാതയായി കുളത്തുപ്പുഴ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഏലിയാമ്മ ജോർജ് തെക്കടത്ത് താഴെ ശാഖയിൽ പോത്തുകണ്ടത്തിൽ ഉപശാഖയിൽ കോന്നി മഞ്ഞക്കടമ്പ് പുത്തൻവീട്ടിൽ പരേതനായ ജോർജ് തോമസിൻ്റെ ഭാര്യ ഏലിയാമ്മ 94/10/2024 നിര്യാതയായി കോന്നി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. PK ജോർജ് തെക്കടത്ത് താഴെ ഉപശാഖയിൽ തുമ്പമൺ കടത്തേത്ത് പുലിപ്പുറത്ത് PK ജോർജ് 87/19/2020 നിര്യാതനായി തുമ്പമൺ സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കരിച്ചു. പന്തളം മണ്ണം ഷുഗർ മില്ലിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം തുമ്പമൺ തെക്കടത്ത് താഴെയിൽ കുടുംബയോഗ പേട്രനായി പ്രവർത്തിച്ചു. ചിന്നമ്മ യേശുദാസ് വിളവിനാൽ ശാഖയിൽപ്പെട്ട വലിയകാവുംപുറത്ത് ഉപശാഖയിൽ പുത്തൻപീടിയിലെ വിളവിനാൽ പുത്തൻപീട്ടിൽ BM യേശുദാസിൻ്റെ ഭാര്യ ചിന്നമ്മ 8/10/2020 നിര്യാതയായി പുത്തൻപീടിയ സെൻറ് തോമസ് മാർത്തോമാ സെമിത്തേരിയിൽ സംസ്കരിച്ചു. BM യേശുദാസ് നമ്മുടെ മുൻ കുടുംബയോഗ പ്രസിഡന്റായിരുന്നു. മണ്ണൂർ ശാഖയിൽപ്പെട്ട കുമ്പഴ വടക്ക് വിളവിനാൽ സെലിൻ വില്ലയിൽ പരേതനായ ME ഈശോയുടെ ഭാര്യ അന്നമ്മ മാമിക്കുട്ടി 94/8/2020 നിര്യാതയായി മൈലപ്ര ശാലിയൻ മാർത്തോമാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ജിനു ജോർജ് തെക്കടത്ത് താഴെയിൽ ശാഖയിൽപ്പെട്ട പോത്തുകണ്ടത്തിൽ ശാഖയിൽ കോന്നി മഞ്ഞക്കടമ്പ് പോത്തുകണ്ടത്തിൽ ജിനു ജോർജ് 41
16-20-2020 വിധിയായ കോന്നി സെന്റ് ജോർജ് മഹായിടവക സെമിത്തേരിയിൽ സംസ്കരിച്ചു. അലൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ചെറുകിട വ്യവസായ യൂണിറ്റിൻ്റെ ഉടമയാണ്. സിന്ധു അജി പിള്ളതറയിൽ ശാഖയിൽപ്പെട്ട നെടുങ്കണ്ടത്തിൽ ഒരു ശാഖയിൽ തൃശ്ശിനാപ്പള്ളി ഗ്രേസ് കോട്ടേജിൽ അജി കെ ഫിലിപ്പിൻ്റെ ഭാര്യ സിന്ധു 45-18-10-2020 നിര്യാതയായി. എറണാകുളം പുത്തൻകുരിശ് അസംബ്ലീസ് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ സംസ്കരിച്ചു. മദ്രാസ് ന്യൂസ് പ്രിന്റ് കമ്പനി എറണാകുളം ഓഫീസിൽ ഉദ്യോഗസ്ഥയായിരുന്നു. PS തോമസ് പിള്ളതറയിൽ ശാഖയിൽപ്പെട്ട നെടുങ്കണ്ടത്തിൽ ഒരു ശാഖയിൽ പത്തനംതിട്ട അഴൂർ പുത്തൻപീടിയിൽ PS തോമസ് 79-5-11-2000 നിര്യാതയായി. ഓമല്ലൂർ സെന്റ് ജോയ്സ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതൻ കോന്നി ഊട്ടുപാറ സെന്റ് ജോർജ് ഹൈസ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജൻ എന്ന തെക്കേതിൽ ശാഖയിൽപ്പെട്ട പടിഞ്ഞാറേ മണ്ഡലപ്പ് ശാഖയിൽ വകയാർ നെടിയവിളയിൽ NM രാജൻ 69-21-11-2020 നിര്യാതനായി. വകയാർ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതൻ BSFൽ സൈനിക സേവനത്തിന് ശേഷം റോബിൻ ഹാർഡ്വെയർസ് എന്ന ബിസിനസ് ഉടമയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വകയാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജെയിംസ് AJ വിളവിനാൽ ശാഖയിൽപ്പെട്ട തേപ്പുപാറ വ്യവസായ കൂടുതൽ നെടുമൺകാവ് വിളവിനാൽ ജെയ്സ് 64-5-12-2020 നിര്യാതനായി. അഞ്ചൽ പഴയനൂർ സെന്റ് ജോർജ് മലങ്കരയിൽ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഇനിയും ഈ ബുക്കിൽ ചേർക്കാതെ കഴിഞ്ഞ ഈ ഡിസംബർ മാസത്തിൽ തന്നെ നമ്മെ വിട്ടുപോയി പിരിഞ്ഞ 2 പേരുണ്ട്. അത് അവരുടെ ഫോട്ടോകൾ തരുമ്പോൾ അടുത്ത വർഷത്തെ ബുക്കിൽ ചേർക്കാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിള്ളതറയിൽ ശാഖയിൽപ്പെട്ട പയ്യനാമണ്ണിൽ പാലമുട്ടിൽ പരേതനായ PM ശാമുവിൻ്റെ ഭാര്യ കുഞ്ഞമ്മ 95 16-12-2020 നിര്യാതയായി. പയ്യനാമൺ സെന്റ് ആൻഡ്രൂസ് മർത്തോമാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. കുരുവിള മണ്ണൂർ ശാഖയിൽപ്പെട്ട അരിയണ്ടത്ത് ഉപശാഖയിൽ മാത്തൂർ കയ്യാലയത്ത് പുത്തൻ വീട്ടിൽ KI കുരുവിള സണ്ണി 52-22-12-2020 നിര്യാതനായി. ഓമല്ലൂർ സെന്റ് സ്റ്റീഫൻ CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം കളമശ്ശേരിയിൽ എമിറേറ്റ്സ് മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു. സിനിമ സീരിയൽ നടനായും അറിയപ്പെട്ടിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇത്രയും പേരാണ് നമ്മളെ വേർപെട്ട് കഴിഞ്ഞ് പോയിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 വയസ്സിന് താഴെ അല്ലെങ്കിൽ 60 വയസ്സിന് താഴെ ഉള്ള ധാരാളം പേർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു തലമുറ വളർന്നു വന്ന് 80 വയസ്സിന് ശേഷവും 90 വയസ്സിന് ശേഷവും 100 വയസ്സിന് ശേഷവും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്ന ഒരു ചരിത്രമാണ് ഇതിന് മുമ്പുണ്ടായിരുന്നത്. അതിന് വിപരീതമായി ഇപ്പോൾ ഡെത്ത് റേറ്റ്, അതായത് ഏജ് ഓഫ് ഡെത്ത് റേറ്റ് താണുകൊണ്ടിരിക്കുകയാണ്. അതായത് 70, 60, 60-ൽ താഴെ, 50-ൽ നിന്ന് താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും വീട്ടിൽ ചർച്ച ചെയ്യും. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ ജീവിത രീതിയുടെ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ തൊഴിലിൻ്റെ പ്രശ്നങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു ആളുകളുടെ കൂടെയുണ്ട്. അനിയൻ കുഞ്ഞു വർഗീസ് പിള്ളതറയിൽ ശാഖയിൽപ്പെട്ട നെടുങ്കണ്ടത്തിലുള്ള ശാഖയിൽ മരുന്നുമൂട് പിള്ളതറയിൽ അനിയൻ കുഞ്ഞു വർഗീസ് 63 28-12-2000 നിര്യാതനായി. മരുന്നുമൂട് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അദ്ദേഹം ഗൾഫിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. എബിയച്ഛന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് കാണുന്നു. അച്ഛന് എത്രയും വേഗം സ്റ്റേജിലോട്ട് വന്നാൽ ഒരു നിമിഷ നേരത്തേക്ക് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അവരെ ഒന്ന് ഓർക്കാം. നിമിഷം നമ്മൾ മുന്നോട്ട് പോലെ ധ്യാനിക്കാൻ ഒരു ഭാഗ്യം
എന്ന് പറയാം, നമ്മളിന്ന് കൂടുന്ന പ്രദേശത്തിൻ്റെ ഗ്രാമപിതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? തിരഞ്ഞെടുക്കാൻ പോകുന്നു. എത്രയും സ്നേഹം പറഞ്ഞ ജോൺസൺ വിളവിന മറ്റ് കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, തികഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിലേറെ പരിഭ്രമവും എൻ്റെ മനസ്സിലുണ്ട്. പല കാര്യങ്ങളുണ്ട്, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നു. രണ്ടാമതായിട്ട്, ഒരു സ്റ്റേജിലേക്ക് കയറി വന്ന് എത്ര വലിയ പ്രാസംഗികനാണെങ്കിലും ഉടനടി മൈക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒന്നടച്ചു. എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ മക്കളാവാൻ പ്രായമുള്ള എനിക്ക് അങ്ങനെ ഒരു പണി തന്നെ, സന്തോഷമേ ഉള്ളൂ. എങ്കിലും നിങ്ങളെക്കാൾ ആവശ്യം എനിക്കാണ് മുന്നിൽ പോകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിക്കും. ഒരു കുടുംബയോഗം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിന് നിമിഷമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകമൊക്കെയിലും ഒപ്പം എന്നോടൊപ്പം ഇവിടെ ഈ ഹോളിലും സമ്മേളിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ കുടുംബയോഗം ഒരു തിരിച്ചറിവിൻ്റെ അനുഭവമാണ്. നമ്മൾ പഴയ മനുഷ്യരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ആർട്ടുകളും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ സിനിമകളും മാധ്യമങ്ങളും ഒക്കെ സംസാരിക്കുന്ന കാര്യമുണ്ട്. ഇവിടെയൊക്കെ കേൾക്കുന്ന ഒരു കീ ഡയലോഗാണ് രക്തം രക്തത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ അനുഭവം, പരസ്പരം അറിയുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനുമുള്ള ഒരു സമയമാണ് ഇതുപോലെയുള്ള കുടുംബയോഗം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നീതി പുലർത്തേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, രണ്ടാമത് എന്ന് പറയുവാൻ സാധിക്കുന്നത് തൻ്റെ സ്വന്തം കുടുംബത്തിലാണ്. പക്ഷെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സാധിക്കാതെ പോകുന്നത് സ്വന്തം കുടുംബത്തിൽ നീതി പുലർത്താനാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യം എന്താണ്? വിളവനാൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവാശ്രയമുള്ള കുടുംബത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ കുടുംബത്തോട് നമുക്ക് നീതി പുലർത്തുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ മുൻപ് YMC വെച്ച് നടന്ന ഒരു യോഗം, YMC യോഗത്തിൽ ഒരു കുടുംബ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ YMC മെമ്പേഴ്സായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓർക്കുന്നുണ്ടോ? എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴും അവർക്കൊരു ആഗ്രഹമുണ്ട് എന്നോടൊപ്പം പുറത്തേക്ക് പോകണം. പക്ഷേ ഈ പലപ്പോഴും ഞാൻ അതിന് സമ്മതിക്കാറില്ല. കാരണം പല ഓഫീസ് സംബന്ധമായിട്ടുള്ള സഭ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും പുറത്തു പോകും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് എക്സ്ക്യൂസ്, ഞാൻ തിരുമേനടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നം വരില്ല. കാരണം അരമനയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ നിശബ്ദമാണ്. അവിടെ വന്ന് സംസാരിക്കാൻ പറ്റില്ല. ഒരു ചെയറിട്ട് കൊടുത്താൽ അവിടെ തന്നെ ഇരിക്കണം. എത്ര സമയമുണ്ടോ അത്രയും സമയം ഇരിക്കണം. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് അരമനയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയും അരമനയിലോട്ടാണ് പോകും, തിരുമേനടുത്തോട്ടാണ് പോകും. അപ്പോൾ അവർ വരത്തില്ല. ഒരു ദിവസം കുറേ ദിവസമായിട്ട് ഇവർക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ. അവരെന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛന്മാരിങ്ങനെ കള്ളം പറയുന്നത് ശരിയാണ്. അച്ഛന്മാരിങ്ങനെ കള്ളം പറയുന്നത് ശരിയാണ്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ നീതി പുലർത്തേണ്ടത് നമ്മുടെ കുടുംബത്തോടാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിന് സാധിക്കാൻ അതിൻ്റെ കാരണങ്ങളൊക്കെ പലതുണ്ട്. പിന്നീട് ഞാൻ ഒരിക്കലും അവരോട് അത് പറയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്ത് നമ്മുടെ സാക്ഷ്യം എന്താണ്? യേശുക്രിസ്തു പറയുന്ന ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വേദഭാഗം, യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ എടുത്ത് വേദപുസ്തകം കോട്ട് ചെയ്ത് പറയുന്നു. ഒരു പ്രവാചകനും സ്വന്തം നഗരത്തിൽ സ്വീകാര്യത. പക്ഷേ യഥാർത്ഥമായി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടത്
ഒരു മനുഷ്യൻ നല്ല സാക്ഷ്യം നൽകേണ്ടത് സ്വന്തം പ്രദേശത്ത്, സ്വന്തം കുടുംബത്തിലാണ്. പക്ഷെ ഇതിലും പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത് പറയുന്നത് നിങ്ങളൊന്ന് തെറ്റിദ്ധരിക്കും. കാരണം ജീവനുള്ള ഉദാഹരണങ്ങൾക്ക് സ്വല്പം കൂടെ മനുഷ്യ മനസ്സിലെ ദീർഘമായ അവധിക്കാലമാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് തിരികെ അവർ ഇന്നലെ ക്രിസ്മസിന് വീട്ടിൽ വന്നു. അപ്പോൾ പെങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പരാതികൾ, അച്ഛൻ വളർത്തുന്ന മക്കളെ കുറിച്ച് കുറേ പരാതികൾ ഇങ്ങനെ. ഞാൻ എന്നിട്ട് വൈകുന്നേരം രണ്ടുപേരെയും വിളിച്ചു. എൻ്റെ വീട്ടിൽ അടി പിടി പിള്ളേരൊക്കെ അതൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെ വിളിച്ചിട്ട് ഇത് തിരിച്ച് ചോദിച്ചു, ഞാൻ പോകുന്ന വഴിയിലൂടെല്ലാം നിങ്ങൾ വരാറുണ്ട്, പക്ഷെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. മൂത്തവൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, അതുകൊണ്ട് അവൻ പെട്ടെന്ന് വെച്ചാൽ അവനൊന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് എന്താണ് ഇങ്ങനെ കേൾക്കുന്നത്? എൻ്റെ ഇളയ മോൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊരു കാര്യം പറയാം. എന്താണ്? അച്ഛനെ കുറിച്ച് അമ്മച്ചി, അതായത് എൻ്റെ അമ്മ ഇഷ്ടം പോലെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിനകത്ത് നമുക്ക് എത്രമാത്രം സാക്ഷ്യം നൽകുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിളവനാൽ കുടുംബം ഒരു സമൂഹമായിട്ട്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹമാണ്. ആ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ എന്താണ് ഈ കുടുംബാംഗം എന്ന നിലയിൽ നമുക്ക് സമൂഹത്തിന് നൽകുവാനുള്ള സന്ദേശം? പണ്ട് കാലങ്ങളിൽ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഇന്നത്തെ കൂട്ട് സമ്പത്തോ ഡിഗ്രികളോ ഒക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ അപ്പച്ചന്മാർ നോക്കിയിരുന്നൊരു കാര്യമുണ്ട്, ഏത് കുടുംബത്തിൽ പെട്ടതാണ്. ഞാൻ ഒരിക്കൽ നമ്മുടെ റീച്ചാനോട് ചോദിച്ചു, എൻ്റെ ഒരു സഹോദരത്തിൻ്റെ കല്യാണം ഈ കുടുംബത്തിലേക്ക് എന്നെ കാര്യം റീച്ചാൻ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു, വലിയൊരു തിരിച്ചറിവാണ്. തലമുറയിൽ നന്നായിട്ട് നല്ല കുടുംബത്തിലൊക്കെ നശിച്ചു പോയാൽ അടുത്ത തലമുറയിലെങ്കിലും അവൻ്റെ പിള്ളേരെങ്കിലും നന്നായിട്ട് വരിക, അത് സംശയം. പക്ഷെ അതെത്രമാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ നിസ്സാര ഒരു വാക്കാണ്. ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ നോക്കുമ്പോൾ ചിലരൊക്കെ നമുക്ക് തോന്നും അവര് സ്വല്പം കൂടെ നന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ആകേണ്ടിയിരുന്നില്ല. പക്ഷെങ്കിൽ ഈ കുടുംബത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പകർന്നു നൽകിയിട്ടുള്ള സംസ്കാരം. നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ അവൻ്റെ ഉള്ളിൽ ചില മൂല്യങ്ങൾ, പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ എഴുതി തള്ളിയ ആളുകളിൽ പോലും അവർ പറയുന്ന ചില വാല്യൂസ് അത് എവിടെ നിന്ന് കിട്ടിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പൊ നമ്മുടെ ഈ കൂടിവരവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സാധിക്കാത്തത് പലതും നാളേക്ക് നൽകുവാൻ കഴിയുന്നത് ഈ കുടുംബത്തിലൂടെയാണ്. ഒരു നല്ല കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കുടുംബയോഗങ്ങൾ, കൂട്ടായ്മകൾ വളരെ അർത്ഥവത്താണെന്നാണ് മുന്നമേ ഞാൻ പറയുന്നത്. ഇനിയും ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബന്ധങ്ങൾ പുതുക്കുവാൻ. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള കുടുംബയോഗങ്ങൾ സഹായിക്കുന്നത്. രണ്ടാമതായിട്ട് മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാൻ. ആ മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഈ മൂല്യം വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ. അപ്പൊ രണ്ട് ചിന്തകളാണ് ഇപ്പോൾ പറഞ്ഞു തീർന്നത്. ഒന്ന്, ബന്ധങ്ങൾ പുതുക്കുവാൻ. രണ്ട്, മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാൻ. മൂന്നാമതായിട്ട് ശരിയായ ഒരു വിശ്വാസം സൂക്ഷിക്കുക. ശരിയായ ഒരു വിശ്വാസം സൂക്ഷിക്കുവാൻ കുടുംബം അനിവാര്യമാണ്. ലോകത്തിന്റെ സംസ്കാരം അനുദിനം വളരുന്നു, അല്ലെങ്കിൽ വികാസം പ്രാപിക്കുന്നു എന്നാണ് സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത്. എന്നാൽ ആത്യന്തികമായി ഒരു ദൈവിക കാഴ്ചപ്പാടിൽ നിന്ന് പഠിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന് പറയുവാൻ സാധിക്കുന്നില്ല ഇന്നലേക്കാൾ ഇന്നത്തെ ലോകം മെച്ചമായിട്ടാണ് അതിൻ്റെ വ്യവസ്ഥിതികളിൽ നിലനിൽക്കുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ധാർമ്മികവും അല്ലെങ്കിൽ എത്തിക്കൽ
ആൻഡ് മോറൽ സൈഡിൽ ഇന്നത്തെ സമൂഹം എത്രമാത്രം ശരിയായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് 2 പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ശരിയായ ഒരു വിശ്വാസമുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയായ ഒരു വിശ്വാസമുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നല്ല മനുഷ്യരെ, നല്ല സമൂഹത്തെ, നല്ല കുടുംബങ്ങളെ, നല്ല സഭകളെ, നല്ല പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം വൈദിക സമൂഹമായി. എനിക്ക് പറയുന്നതിൽ അല്പ ലജ്ജയുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ സാധിക്കും. ഇന്നൊരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ മനുഷ്യൻ മനഃപൂർവ്വം ആദരിക്കുന്ന ഒരു സമൂഹമാണ് വൈദിക സമൂഹം. കാരണം എന്താണ്? ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഈ അച്ഛന്മാരെല്ലാം കുഴപ്പക്കാരാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന വൈദികനെ കുറിച്ച് പരാതിയുമായിട്ട് ഇടവക അംഗങ്ങൾ ഒരു കാത്തലിക് ചർച്ചിൻ്റെ ബിഷപ്പിൻ്റെ അടുത്ത്. കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് കാരണം മറ്റ് സഭകളുടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കും. പക്ഷെ കാത്തലിക് ചർച്ചിൽ ഇച്ചിരി വ്യത്യസ്തമാണ് കേസ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട, ഈ അച്ഛൻ ഞങ്ങളുടെ പള്ളിക്ക് ചേർന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞത് ഇവൻ എൻ്റെ ആത്മീയ പുത്രനാണ്, പക്ഷേ ഇതെൻ്റെ മോനാണെന്ന് വന്നവർ പറഞ്ഞു. അങ്ങയുടെ മോനല്ല, പിന്നെ ആരുടെ മോനാണ്? അത് ഞങ്ങളുടെ മോനാണ്, അതായത് ഞങ്ങളിൽപ്പെട്ട ഒരുവൻ്റെ മകനാണ്. ഞാൻ ഈ മനുഷ്യനെ എങ്ങോന്ന് പിടിച്ചോണ്ട് വന്നല്ല, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അയച്ചു, ഞാൻ ഇതിന് തിരികെ വൈദികനായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ മനുഷ്യനെ, ഈ വൈദികനെ ആ പള്ളിക്ക് മാറ്റാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ സാരാംശം എന്താണ്? ഒരു സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ദേവാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരുവൻ ദൈവവിളി സ്വീകരിച്ച് വന്നു. പക്ഷെങ്കിൽ അവന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിന്റെ ഫോർമേഷൻ 12 വർഷമാണ്. ആ ഫോർമേഷൻ പീരീഡിൽ ഒരു മനുഷ്യനെ മാറ്റുവാൻ സാധിക്കുന്നതിലുപരി നല്ല പാഠങ്ങൾ പഠിച്ചിട്ടാണ് ഒരുവൻ ഒരു സെമിനാരിയിലേക്ക് വരുന്നത്. അവിടെ നല്ല പാഠങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നത് കുടുംബത്തിനാണ്. അതിന് സാധിക്കാത്തടത്തോളം കാലം ഒരു നല്ല വൈദികനെയോ, ഒരു നല്ല വിശ്വാസിയോ, ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെയോ, ഒരു നല്ല സാമൂഹിക നേതാവിനെയോ വാർത്തെടുക്കുവാൻ നമുക്ക് സമൂഹത്തിന് സാധിക്കുക. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ ഒരു തലമുണ്ട്, അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിന്റെ ഒരു തലമുണ്ട്. ഇപ്പോൾ വിശ്വാസങ്ങളുടെ തലം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിന്റെ തലമാണ്, 2 പരസ്പര വിശ്വാസത്തിന്റെ തലമാണ്. ഇന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 പ്രധാന മേഖലകളാണ്. ഒന്ന് ദൈവവിശ്വാസം. ഇന്ന് ദൈവവിശ്വാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞ് പഴകിയ വാക്കുകളാണ്, എങ്കിൽ തന്നെ ഞാൻ കടമെടുത്ത് പറയുക. കഴുത്തിലൊരു കുരിശ്, അല്ലെങ്കിൽ നെറ്റിയിലൊരു കുറി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ദൈവവിശ്വാസത്തെ കണ്ടെത്തുവാൻ വളരെ പ്രയാസം. രണ്ടാമതായിട്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇതും എവിടെ നിന്നുണ്ടാകേണ്ടതാണ്? കുടുംബത്തിൽ നിന്നുണ്ടാകേണ്ടത് പരസ്പര വിശ്വാസം. ഇന്ന് പ്രത്യേകിച്ച് ഫാമിലി കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം ഒപ്പമുള്ള ആളെ വിശ്വസിക്കുവാൻ സാധിക്കാത്ത. ഇത് ഞാൻ ഭംഗിവാക്കിന് വേണ്ടി പറയുന്നില്ല. അപ്പൊ ഇത് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ഇരിക്കുന്ന 2 പേരെ ഒരുമിച്ച് ഒരു വഴിക്ക് അയച്ചാൽ പോലും അവർ 2 പേരും ഒരേ വിശ്വാസത്തിൽ പോയി മടങ്ങി വരുമെന്ന് സുനിശ്ചിതമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും. അതിന്റെ കാരണം എന്താണ്? ആ മൂല്യങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ചോദിച്ചാൽ അത് കുടുംബങ്ങളിലാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ ആ മൂല്യങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്, കഴിഞ്ഞ ഒരു തലമുറയിലാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് യാതൊരു സംശയമില്ല. അപ്പൊ എവിടെയാണ് തിരുത്തലുകൾ ഒരു കുടുംബത്തിനകത്ത് ആവശ്യമെന്ന് ചിന്തിക്കുവാൻ ഈ സമയം നമ്മൾ വിനിയോഗിക്കണം. ഇന്ന് പഴയ പോലെ നല്ല വീടുകൾ ധാരാളമുണ്ട്. എവിടെ നോക്കിയാലും നല്ല വീടുകളാണ്. പ്രത്യേകിച്ച് ഞാൻ നോവലിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒന്ന് ബാബുസാറ്, കഴിച്ചാൻ, ഗോപിച്ചാൻ, ഇവരൊക്കെ കുടുംബത്തെക്കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്നവരാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ്
നമ്മുടെ ഇന്ന ഏരിയയിൽ പോയി അവിടുത്തെ ജോലി കുറിച്ച് പ്രത്യേകിച്ച് എപ്പോൾ കണ്ടാലും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്താണ് അവിടെയുള്ള കുടുംബങ്ങളിലേക്കും വീടുകളൊക്കെ എൻ്റെ അച്ഛൻ വളരെ നല്ല രീതിയിലായി, നല്ല ഉയർച്ച കുടുംബങ്ങളുണ്ട്, അവരുടെ ജോലി കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന പോസ്റ്റുകൾ നമ്മുടെ ആൾക്കാരുണ്ട്, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാരുണ്ട്, കുടുംബത്തെക്കുറിച്ച് ഒത്തിരി നല്ല ചിന്തകൾ ഇങ്ങനെ പറയും. അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷെ ഈ ഭവനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭവനങ്ങളൊക്കെ ഈ കാണുന്ന പുറമേ കാണുന്ന ഭംഗി എത്രമാത്രം നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുകൂടെ നമ്മുടെ കുടുംബം ഒന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഒരു പ്രസംഗത്തിൽ പറയാം, പക്ഷെ അത് പ്രായോഗിക തലത്തിൽ എത്രമാത്രം സാധിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ സാധിക്കത്തില്ല, ഒരു പരിധിവരെ സാധിക്കത്തില്ലെന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ ഈ ഭംഗി എത്രമാത്രമുണ്ട്. അപ്പൊ സത്യത്തിൽ കുടുംബയോഗം അല്ലെങ്കിൽ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഈ കുടുംബങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ പുറമേയുള്ള ഭംഗി കുടുംബങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും. ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്റീരിയർ എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വ്യക്തികൾ തമ്മിലുള്ള ചേർച്ച. ഈ ഇഷ്ടികയും മണലും സിമെന്റും ഒക്കെ ഒരുപോലെ ചേർന്നിരിക്കുന്നത് പോലെ കുടുംബാംഗങ്ങൾ ഒരുപോലെ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം അതെങ്ങനെ സാധ്യമാണ്? അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും? അതിന് മൂല്യമുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കും. നമ്മൾ ഒരിക്കൽ കണ്ട്, ഒരു വർഷത്തിലൊരിക്കൽ കണ്ടു കഴിയുമ്പോൾ കുടുംബത്തിന്റെ മൂല്യത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നതായ മൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ തലമുറയെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ ആ തലത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. ഇന്ന് നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഈ കുടുംബ ബന്ധങ്ങളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്. ഞാൻ തുമ്പമുദ്രാസനത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഏറ്റവും വലിയ ഫയലുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇടവമെത്രാപ്പൊലീത്ത എഴുതുന്ന കൽപ്പനകളുടെ ഫയലുകളാണ് ഏറ്റവും വലിയ ഒരു ഫയൽ. രണ്ടാമത്തെ ഒരു ഫയൽ എന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ നിന്ന് വിവാഹം വേർപെടുത്തിയിട്ട് മെത്രാപ്പൊലീത്തയുടെ അനുവാദം വാങ്ങിക്കുവാനുള്ള അപേക്ഷകളുടെ ഫയലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഫയൽ, ബോക്സ് ഫയൽ. ഞാനിത് പറയുമ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന യാക്കോബായ സുറിയാനി സഭയ്ക്ക് തുമ്പോൺ ഡയസിസ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട 4 പ്രദേശം മാത്രമേ. ഇവിടുന്ന് കോഴഞ്ചേരി അതിര്, ഇവിടുന്ന് തണ്ണിത്തോടായി അതിര്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തട്ട അതിര്, ഇത്രയും പ്രദേശം തുമ്പോൺ ഡയസിസ്. പത്തനംതിട്ടയിൽ 3 ഭദ്രാസനങ്ങളുണ്ട്. 1500 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. 21 പള്ളികളും 1500 കുടുംബങ്ങളും. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഫയല്, രണ്ടാമത്തെ ഫയൽ അവിടെ ഇരിക്കുന്നത് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള അപേക്ഷകളുടെ ഫയലാണ്. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ ഉൾത്തടങ്ങളിലെ ഉള്ളിലെ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്? ചിന്തിക്കുക. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആത്യന്തികമായി ഉണ്ടാകേണ്ടത് നല്ല കുടുംബങ്ങളാണ്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് ചെല്ലുവാൻ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇവിടെ പോപ്പുലേഷൻ വളരെ വലുതാണ്. മറ്റു രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള ആൾക്കാരില്ല. എൻ്റെ ബോധ്യങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്ത് പറഞ്ഞു ഇത് കേൾക്കുന്നുണ്ട്. എൻ്റെ ബോധ്യങ്ങൾ ശരിയാണോ ആവണമെന്നില്ല, എങ്കിലും എൻ്റെ അറിവുകൾ ഇങ്ങനെയാണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത്? ജിയോഗ്രഫിക്കലായിട്ടുള്ളതായ പല സാഹചര്യങ്ങളുണ്ട്. മക്കളില്ലാത്ത കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നു. സുവിശേഷം അറിയിച്ചൊന്നും ചേർക്കുന്നില്ല. ഇനി സുവിശേഷം അറിയിച്ച് ചേർക്കുന്നെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ അവിടെ വെക്കും, അവിടെ നിന്ന് ഇവിടെ വെക്കും. വേറെ ആരെയും നമ്മൾ ഇങ്ങോട്ടൊന്നും ചേർക്കുന്നു. അതാണ് ക്രൈസ്തവ സ്വകാര്യത. ഒരു മത്തായി പിടിച്ച് നമ്മൾ വേറൊരു മത്തായിട്ട് അപ്പുറത്ത് നിർത്തും. ഇച്ചിരി കഴിയുമ്പം അവിടെ ക്ഷീണം ചെയ്യും, അവിടെ നിന്ന് മാറ്റി വേറെ നിർത്തും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഈ കൺവേർഷൻ്റെ ഒരു തലമുണ്ട്. യഥാർത്ഥമായി കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഒരു സമൂഹത്തിൽ ഒരു കുടുംബം വിളവനാൻ കുടുംബത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അതിൽ നല്ല നിറയെ കുട്ടികൾ ഉണ്ടാകണം. ആ കുട്ടികൾ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് വളർന്നു വരണം. എങ്കിൽ മാത്രം
തലത്തിൽ നിന്ന് വരുന്നതായ ശബ്ദവിന്യാസങ്ങൾ ഒരേ താളത്തിലും ലയത്തിലും ആകുമ്പോൾ മാത്രമേ ആ മ്യൂസിക് എന്നോ പോപ്പ് മ്യൂസിക് എന്നൊക്കെ പറയും. അതുപോലെയുള്ള ശബ്ദങ്ങൾ. പക്ഷെ എന്താണ് അതിനകത്തിലെ അർത്ഥമെന്ന് ഇതുവരെ എനിക്ക് കേട്ടിട്ട് മനസ്സിലായിട്ട്, അതുകൊണ്ട് ഞാനത് കേൾക്കാറില്ല. തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. എല്ലാ കലയ്ക്കും അതിൻ്റെതായ മൂല്യങ്ങളും ജീവനും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വിഭാവനം ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവനെ പരാജയപ്പെടുത്തുവാനുള്ള മത്സരമാണ്. തന്നെ മത്സരങ്ങൾക്ക് പോലും മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിശകലനം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിനകത്ത് തന്നെ ഇതൊരു മത്സരമുണ്ട്. അത് ജയിക്കുവാനുള്ളതല്ല, പിന്നെ മറ്റൊരാളെ പരാജയപ്പെടുത്തണമെന്നുള്ള മത്സരം. അതാണ് പലപ്പോഴും നമ്മുടെ എൻ്റെ വാക്ക് വെച്ച് നോക്കി പറഞ്ഞ കുറെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പറഞ്ഞ കുറെ കാരണങ്ങൾ. എന്നാൽ നമുക്കൊരു നല്ല കുടുംബത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും? നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഹസ്ബൻഡും ഭാര്യ ഭർത്താവും ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കുട്ടികളോടാകുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത്. സത്യത്തില് നിങ്ങൾ ഒരു ദിവസം വന്നാൽ അത് ഉച്ചയുടെ ഉറക്കത്തിനാണോ എന്ന് എനിക്കറിയാം. അപ്പൊ സത്യത്തില് ഞാൻ വിവാഹത്തിനോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് വിവാഹം കഴിച്ചത്? സത്യത്തിൽ നിങ്ങളുടെ നിസ്സംഗതയാണ് പലപ്പോഴും പലരുടെ മുഖത്ത് എനിക്ക് കാണാൻ. സത്യത്തിൽ എന്തിനാ വിവാഹം കഴിച്ചത് പലർക്കും ഇന്നും അറിയില്ല. പക്ഷെ പിള്ളേര് ബിരുദന്മാരാണ്ട് അവർ പറയും, പക്ഷേ ഈ വായിക്ക് രുചിയെല്ലാം വെച്ച് ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് ചിലർ പറയുന്നത് തുണി അലക്കുന്ന ഇഷ്ടമല്ല, അതിനുവേണ്ടി ഒരാൾ വേണം. ഞാൻ തിരിച്ച് മറുപടി പറയും, ആരെങ്കിലും ഒരാൾ അലക്കിയാൽ മതി. കാരണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇവരുടെ കൈയൊക്കെ നോക്കി എന്തൊരു മനോഹരം. ഇവർ തുണി നനച്ചെന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആ പിള്ളേർക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരമുള്ള നടക്കത്തില്ലെന്ന് ഞാൻ പറയും. അവർ പണ്ടത്തെ ഒരു വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. കൊണ്ടുവന്ന ഡ്രസ്സ് ഊരിയിട്ട് നനയ്ക്കുന്ന ആൾ ഭാര്യയാണ്. അത് മാറി. ഇന്ന് പല വീടുകളിൽ ചെല്ലുമ്പോൾ തുണി നനയ്ക്കുന്നതും മടക്കുന്നതും ഒക്കെ അച്ചായന്മാരുടെ ചേർന്നാണ്. നല്ല കാര്യം, യാതൊരു തെറ്റുമില്ല. അതിനുശേഷം ഞാൻ ഒത്തിരി 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 കാര്യങ്ങൾ പറയും. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇതിലൊക്കെ ഉപരിയായിട്ട് ആത്യന്തികമായിട്ട് എന്തിനാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഞാൻ അതിൻ്റെ സന്ദർഭങ്ങളിലേക്കൊന്നും പോകാതെ ഡയറക്റ്റ് എൻ്റെ ആൻസറിലേക്ക് വരാം. ഒരു വിവാഹത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളതൊന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം. സ്നേഹിക്കാനാണെങ്കിൽ വിവാഹം കഴിക്കാവൂ, സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ വിവാഹം കഴിക്കാവൂ, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ജീവിതത്തിൽ വിവാഹം കഴിക്കാം. നിങ്ങൾ സ്നേഹിക്കാനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പുറത്തെ മനോഹാരിത വീടിനകത്തും കാണാം. ഇനി സ്നേഹിക്കാനല്ല നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് മറ്റെവിടെ ആയിരിക്കും. അതുകൊണ്ട് ആത്യന്തികമായി ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിൽ മാത്രമല്ല, ഒരു കുടുംബത്തിനകത്തും ആത്യന്തികമായി ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. അവിടെ ആവശ്യമായിട്ടുള്ളത് സ്നേഹത്തിന്റെ തലം. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് നിലനിൽക്കുവാൻ സാധിക്കൂ. അപ്പൊ ആത്യന്തികമായി ഈ കുടുംബ യോഗത്തിലൂടെ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കേണ്ടത് സൗഹൃദത്തിന്റെ ഒരു പുഞ്ചിരിയല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒരു ആലിംഗനമായിരിക്കണം. പലപ്പോഴും നമ്മൾ ഈ കൂടി വരണം പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ പുതുക്കലിന് വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥമായ ഒരു കുടുംബാംഗത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? അവിടെയാണ് ഒരു കുടുംബം അർത്ഥപൂർണമാകുന്നത്, ഒരു കുടുംബയോഗം അർത്ഥപൂർണമാകുന്നത്. നമ്മളെല്ലാം പറയുന്നു, സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യന്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കും. സത്യത്തിൽ ഒരു കുടുംബത്തിന്, ഒരു കുടുംബയോഗത്തിന്, ഒരു കുടുംബത്തിന് എപ്പോൾ സ്നേഹം ആ കുടുംബാംഗം തമ്മിൽ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ആ കുടുംബം മരിക്കും. ഒരു മനുഷ്യന്റെ ജീവശ്വാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ, എക്സ്ചേഞ്ച് ഓഫ് ലവ് എന്നുള്ളത്.
അപ്പോൾ അവിടെ അതിന് സാധിക്കുക. നമ്മുടെ കുടുംബം അർത്ഥപൂർണമായി തീരും, നമ്മുടെ കൂടിവരവുകൾ അർത്ഥപൂർണമായി തീരും, നമ്മുടെ കുടുംബം ജീവനുള്ള കുടുംബമാകും. അങ്ങനെ സ്നേഹമുള്ള കുടുംബത്തിൽ മുമ്പ് ആദ്യം തുടങ്ങിയതുപോലെ മൂല്യങ്ങളുള്ള, ബോധ്യങ്ങളുള്ള, തിരിച്ചറിവുകളുള്ള കുടുംബാംഗങ്ങളുണ്ടാകും. സ്നേഹം നഷ്ടപ്പെടുന്നത് ഇതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ആത്യന്തികമായി വിളവിനാൽ കുടുംബം എത്ര നാൾ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി മാത്രമുണ്ട്. എത്ര നാൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കുന്നുവോ അത്ര നാൾ മാത്രമേ ഇത് നിലനിൽക്കൂ. ഇപ്പോൾ ഒരു വർഷത്തെ ഒരു പ്രാവശ്യം കൂടുന്നത് 50 പ്രാവശ്യം കൂടിയാണ്. പരസ്പരം സ്നേഹമില്ലായെങ്കിൽ കുടുംബം മരിച്ച അവസ്ഥ. അതുകൊണ്ട് ഇന്നത്തെ കൂടിവരവ് വളരെ ചുരുങ്ങിയ മെമ്പേഴ്സാണ്. പക്ഷേ യഥാർത്ഥമായി നമ്മളെ കേൾക്കുന്നവരും കാണുന്നവരും ഈ ലൈവ് ടെലികാസ്റ്റിങ്ങിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തും കുടുംബത്തെ സ്നേഹിക്കുന്നവർ അവരിത് കാണുന്നു. ആ സ്നേഹത്തിന്റെ തലത്തിലേക്ക് അവരെ കൂടെ ചേർത്ത് വയ്ക്കുവാൻ, ഇവിടെ ആയിരിക്കുന്ന നമ്മളും ഒരുമിച്ച് എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കുവാൻ, എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവിടെയൊക്കെ ആ സ്നേഹത്തിന്റെ ഒരു പുതുക്കൽ, പരിചയത്തിന്റെ പുതുക്കൽ, സ്നേഹത്തിന്റെ പുതുക്കൽ ഉണ്ടാവാൻ സാധിക്കും. ഞാനത് നമ്മുടെ കുടുംബത്തിൽ ഫാമിലിയിലുള്ളവർ എപ്പോഴും കാണും, അവർക്ക് സ്നേഹത്തിന് ഒരു കുറവ്. പക്ഷെ 2 പ്രാവശ്യം ഞാൻ വളരെ വലുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്, ഒന്ന് കുളത്തൂപ്പുഴ നമ്മുടെ ഒരു കുടുംബാംഗം, കുറേ ഫാമിലീസ് ഉണ്ട്. അവിടെ ഒരു അച്ചായൻ, സത്യത്തിൽ അദ്ദേഹത്തെ കുളത്തൂപ്പുഴ വെച്ച് കണ്ടപ്പോൾ സത്യത്തിൽ ആ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ തലം അനുഭവിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ കൃഷ്ണഗിരിയുടെ ഡയറക്ടറായിരുന്ന ജോണച്ചൻ്റെ പിതാവ് ഞാൻ ഇടുക്കിയിൽ വെച്ച് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് എൻ്റെ അടുക്കിലേക്ക് പോയി വന്ന കുടുംബത്തിൻ്റെതായ സ്നേഹം. ഞാൻ പറഞ്ഞത് യാദൃശ്ചികതകളുടെ നടുവിൽ പോലും കണ്ടുമുട്ടുമ്പോൾ പരിചയം പുതുക്കുവാനല്ല, സ്നേഹം പുതുക്കുവാൻ. ശരിക്കും പരിചയവും പുതുക്കലും സ്നേഹം പുതുക്കലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതിന് കുടുംബയോഗത്തിലൂടെ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് വലിയൊരു കുടുംബമാണ്. നമുക്ക് എല്ലാവരെയും തിരിച്ചറിയുവാനോ എല്ലാവരുമായിട്ട് കണ്ടുമുട്ടുവാനോ ഒക്കെ സാധിച്ചു എന്ന് വരും. എങ്കിലും കഴിയുന്നിടത്ത്, കണ്ടുമുട്ടുന്നിടത്ത്, കാണാൻ കഴിയുന്നിടത്ത് ആ സ്നേഹത്തിൻ്റെ തലത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ധ്യാനിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളൊരു കുടുംബമായി ലോകമൊക്കെയും വ്യാധിയുടെ പ്രയാസത്തിൻ്റെ വലിയ സഹനത്തിൻ്റെ മുമ്പിലായിരിക്കും ഒരുമിച്ച് കൂടുവാൻ എണ്ണത്തിൽ ചുരുങ്ങിയെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങൾ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരോടും മാനസികമായി ഐക്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ചായിരിക്കുവാൻ തന്ന സാവകാശത്തിനായിട്ട് ദൈവമേ നിന്നെ സ്തുതിക്കും. ദൈവമേ, ഞങ്ങളുടെ കുടുംബം മൂല്യമുള്ള കുടുംബമായി, പരസ്പരം സ്നേഹിക്കുന്ന കുടുംബമായി, സാക്ഷ്യമുള്ള കുടുംബമായി, മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന കുടുംബമായി, പരസ്പരം അറിയുന്ന കുടുംബമായി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ വർഷത്തെ ഈ കൂടിവരവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന്, കുടുംബാംഗങ്ങളുടെ നന്മയ്ക്ക് സമാധാനത്തിനായി തീരുവാൻ ഇടയാകണമേ. സകല നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ കൂടിവരവിലൂടെ ഞങ്ങളുടെ കുടുംബം കൂടുതലായി ശക്തിപ്പെടുവാൻ, പരസ്പര ബന്ധത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ, ഞങ്ങളുടെ ഭവനങ്ങളുടെ പുറത്തെ മനോഹാരിത പോലെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അകവും മനോഹരമായി തീരുവാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുന്നു. ആയിരത്തിലാവുകയും 12 പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ഏറെ തിരക്കിനിടയിലും എന്നെ ഇതിൽ ഒഴിവാക്കണം എന്ന് ഞാൻ എൻ്റെ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ജോർജ് കുട്ടിച്ചാണ് ആദ്യം എന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിയിട്ടത്. കാരണം ബാബുസാറിൻ്റെ മുന്നേ ഈ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചുവെങ്കിലും ഇന്നേ ദിവസം എനിക്കൊരു പ്രോഗ്രാം ഇതേ സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ കണ്ടിടം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നോട് ആദ്യം ചോദിച്ചത് ജോർജ് കുട്ടിച്ചാണ്. അയച്ചിലോട്ട് പോയി. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാരമായി റേച്ചാൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് പറഞ്ഞു എന്നെ ഒഴിവാക്കണം. അതിന് ഞാൻ പകരം ആളിൻ്റെ ഫോൺ നമ്പറും വീഡിയോയും ആളെയും എല്ലാം അയച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഫോൺ വന്നു. ഏത് സമയത്തായാലും അച്ഛൻ തന്നെ മതി എന്നാണ് കുടുംബയോഗത്തിന് തീരുമാനം. അത് ഇഷ്ടത്തോണ്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഇത്രയും ചെറിയൊരു കൂട്ടായ്മയാണ് ഈ പ്രാവശ്യം.
അതുപോലെ തന്നെ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച്, ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, അനുകരണീയമായൊരു സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല കുടുംബയോഗത്തിൻ്റെ ആൾക്കാരും എന്നെ സമീപിക്കാറുണ്ട്. നിങ്ങൾ ഈ ചരിത്രം എഴുതിയത് എങ്ങനെയാണ്? പല കുടുംബാംഗങ്ങൾക്കും യോഗ കമ്മിറ്റിക്കാർക്കും 3 തലമുറ പുറകോട്ടുള്ള ചരിത്രമൊന്നും അറിയത്തേയില്ല. ആ സമയത്ത് നമ്മൾ 17 തലമുറയുള്ള ചരിത്രം രേഖപ്പെടുത്തി ഓരോ വീട്ടിലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 22-23 തലമുറയോളം ആയിട്ടുണ്ട്. നമ്മുടെ നെല്ലിമുട്ടിൽ സജി ഇത് ഡിജിറ്റലാക്കി ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സ്വയമായിട്ട് ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അതിന് ശാഖാടിസ്ഥാനത്തിലെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ മീറ്റിംഗ് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഗത പ്രസംഗം തന്നെ ഇപ്പം അനവസരത്തിലാണ്. കാര്യം ബാക്കിയുള്ള പരിപാടികളൊക്കെ പിന്നെ കടന്നു കഴിഞ്ഞു. എങ്കിലും ഈ ഒരു യോഗത്തിൻ്റെ ഔപചാരികത എന്ന ഒരു ലെവലിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ പി മാത്യു സാർ ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഒരു ഔപചാരികയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കോമൂല ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റായിരിക്കുന്ന ജോൺസൺ ഇളവിനാലെ അദ്ദേഹത്തെയും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹാമാരിയുടെ ഈ സമയത്തും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോഡ്കാസ്റ്റ് വഴി ജീവിക്കുക 5 മണിയായിട്ട് ഈ മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് ആദ്യം വിചാരിച്ചു ഇത് ബ്രേക്ക് ചെയിനായി പോകും എന്ന്. ബ്രേക്ക് ചെയിൻ ഇപ്പോഴത്തെ വിളങ്ങി കേൾക്കുന്ന ശബ്ദം ലോകമെമ്പാടും. പക്ഷെ കഴിഞ്ഞ 1 മാസം മുമ്പ് 100 പേരെയൊക്കെ വെച്ച് മീറ്റിംഗ് നടത്താമെന്ന് പത്രവാർത്താ ഗവൺമെൻറ് അറിയിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്യാമെന്ന് പോകാം, നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ചെയിൻ ബ്രേക്ക് ചെയ്യാമെന്ന് പോകണമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഓരോ പ്രാവശ്യവും ആളുകളുടെ ഇന്നത്തെ അല്ല, ആളുകളുടെ കുറവായിരിക്കുമെന്ന് നമുക്കറിയാം. ആളുകളുടെ എണ്ണം കുറവായിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം ബ്രേക്കായാൽ അടുത്ത മാസം അടുത്ത വർഷം കുറച്ചുകൂടെ ക്ഷണിച്ചിട്ടുള്ള. അതുകൊണ്ട് അത് ബ്രേക്കാകാതെ നടത്തിക്കൊണ്ടുപോകണമെന്നുള്ള വിചാരത്തിൽ ഇന്നത്തെ ഭരണസമിതി മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. ഈ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാരണമാണ് ലോകം മുഴുവൻ ഒന്നിച്ച് ലോക്ക്ഡൗണായി. നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിൽ നിന്നൊരു ചെറിയ മോചനമേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ മോചനം കിട്ടിയ സമയത്ത് ഈ മീറ്റിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചു. ആളുകളൊക്കെ വന്നതിൻ്റെ സന്തോഷമാണ്. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബുക്കിനകത്തുണ്ട്. എൻ്റെ നടത്തി കഴിഞ്ഞപ്പോൾ മോമനിൽ വെച്ച് നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 15,000 രൂപ നമുക്ക് ലോസായിരുന്നു. ലോസ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്നത്.
ഇന്നത്തെ ചെലവിൻ്റെ പൈസ എങ്ങനെയുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചില്ലാതെ എങ്ങനെയും മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞു. എങ്ങനെയും മാനേജ് ചെയ്യും, ഇന്നത്തെ ചെലവ് സംഭാവന എടുത്തതിന് സ്വീകരിക്കുമെന്നും പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിനെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നാമത് മനുഷ്യൻ്റെ ധൂർത്തം. ധൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തെ എക്സ്പെൻസോടുകൂടിയ പ്രോഗ്രാമാണ് അടുത്ത ഒരാൾ ചെയ്യും. നീ കിട്ടുന്നതെന്നാലും ഒരാളെ പറയുന്നതിനേക്കാൾ നീ കുറച്ചുകൂടെ വഴി കിട്ടുന്ന കുറച്ചുകൂടെ കാശ് മുടക്കിയുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. അത് സാരമില്ല. ഒരു ഉദാഹരണം പറഞ്ഞ ഒരു വിവാഹമാണ്, ഒരു വീട്ടിൽ നടക്കുന്ന വിശേഷപ്പെട്ട അവസരങ്ങളോ നടത്തുമ്പോൾ അതിന് ക്ഷണിതാക്കൾ വളരെയേറെ കൂടുതലാണ്, അതിൻ്റെ ആവശ്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ്, ഇനി വേറെ പല കാര്യങ്ങളും അതൊന്നും വിശേഷിക്കുന്നില്ല, ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കോവിഡ് അല്ലെങ്കിൽ വൈറസ് ഇവിടെ പ്രചരിക്കാൻ സാധ്യത. ഏതായാലും ഒരു വർഷത്തോളം അടച്ചു. ഞാൻ പറയുന്നത് 2020 വരെ നമ്മൾ ജീവിച്ച സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റൈലിലേക്ക് 2001 മുതൽ പോകാൻ പറ്റുള്ളൂ. 2001 മുതൽ നമ്മൾ പോകുന്ന സ്റ്റൈൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത്, യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലമൊന്നും യേശുക്രിസ്തുവിന് പിന്നീടുള്ള കാലമൊന്നായിട്ട് 2000 തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 2020 മുമ്പുള്ള കാലവും 2021 ശേഷമുള്ള കാലവും 2000 തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കും എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവിടെ നമ്മുടെ പിതാക്കന്മാരെല്ലാം നല്ല കർഷകരായി അവരുടെ ജീവിതം നയിച്ചോട്ട് വന്ന് ഇപ്പോൾ കർഷകപ്പണി കൊണ്ട് ഒരു ജീവിതം നടന്നു പോകത്തില്ല. അല്ലെങ്കിൽ വലിയ തോട്ടങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ സംവിധാനങ്ങളോ വ്യവസായങ്ങളും ബിസിനസ്സുകളും ചെറിയ തോതിലൊന്നും നടത്തിയാൽ ജീവിച്ചു പോകാനുള്ള ഗ്രാമക്കാരനെപ്പെട്ടു. വലിയ തോതിൽ നടത്തുമ്പോൾ ഒത്തിരി മാളുകളായി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളായി അതെല്ലാം മറ്റുള്ള കൊച്ചു ബിസിനസ്സുകാർ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതും പോയി. ഈ ഞെരുക്കലിനകത്ത് നമ്മൾ വീണ്ടും വളരണം. ഒരു ചേഞ്ച് വരുമ്പോൾ ഇപ്പം പഴയ പോലെ ശരീരാധ്വാനമല്ല, നമ്മുടെ ബുദ്ധി വർക്ക്. നമ്മൾ പൊതുവേ അല്പം ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. നമ്മൾ കുറേ ആലോചിച്ചാൽ കുറച്ച് പക്ഷേ കാര്യം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എൻ്റെ അഭിലക്ഷണിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസിപ്ലിൻ, അച്ചടക്കം. 2 നമ്മുടെ ക്ഷമ. മൂന്നാമത്തേത് കഠിന അധ്വാനം, പ്രയത്നം. ഈ 3 കാര്യങ്ങളുകൊണ്ട് വളരാൻ പറ്റും. ഡിസിപ്ലിൻ, ക്ഷമ, പ്രയത്നം. ഈ 3 കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. ഈ അടുത്ത് വരുന്ന ചെയ്യുന്നതിനകത്ത് കുറേ ആളുകൾ താഴെ പോകും. ഇപ്പം തന്നെ ഒത്തിരി ആളുകൾ ഒരു ബിസിനസ്സിന് താഴെ പോകും. വേണമെങ്കിൽ അടുത്ത 2 ദിവസം കൂടെ കഴിയും. ആർക്കുണ്ടായിരുന്ന വരുമാന മാർഗങ്ങളിൽ നമുക്കറിയാം. ഓഡിറ്റോറിയം പങ്കെടുത്തു. പക്ഷേ ഇപ്പോൾ ഓഡിറ്റോറിയം പോകുന്നില്ല. വളരെ കുറച്ച് 120 മീറ്റിംഗ് നടക്കുന്നത്. ഇതിപ്പോൾ 2000-3000 കൊടുത്ത് ഓഡിറ്റോറിയം പോയി കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് 35,000 മാത്രമേ ഓഡിറ്റോറിയം ഇപ്പം നമുക്ക് 2000-3000 അപ്പോൾ നമ്മുടെ ചെലവ് ചുരുക്കുന്നു. ഓഡിറ്റോറിയം പോകുന്നില്ല എന്നതിന് ധാരാളിത്തത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു. അത് ഓർമ്മെടുക്കാൻ ഇതുപോലുള്ള വൈറസിൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമ്മൾ ക്ഷമ, അതുപോലെ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്താൽ
അടുത്ത ഈ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തലമുറയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇതായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അടുത്ത തലമുറയെ ഏൽപ്പിക്കുമല്ല, അടുത്ത തലമുറയിൽ പോലെ ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇപ്പം ഡിസിപ്ലിൻ ഇല്ലാതായ പുതിയ തലമുറ വരുന്നു. അത് വീട്ടിലോ ഡിസിപ്ലിൻ നടപ്പാക്കാൻ ഒക്കാത്ത സിറ്റുവേഷൻസ് മോശം. അപ്പോൾ ഡിസിപ്ലിൻ തുടങ്ങേണ്ടത് അടുത്ത തലമുറയിലല്ല, ഡിസിപ്ലിൻ തുടങ്ങേണ്ടത് ഇപ്പോഴത്തെ തലമുറയിലാണ്. പക്ഷേ അത് നാം ലേറ്റായിരിക്കും. ഇപ്പോഴത്തെ തലമുറ അവർ കുഞ്ഞായിരിക്കുമ്പോഴേ ഡിസിപ്ലിൻ തുടങ്ങിയെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ അത് ആവശ്യമാണ്. കൃത്യസമയത്ത് ഡിസിപ്ലിൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന ഓരോ ദിവസം അവധി ദിവസം ഉച്ചവരെക്കുള്ള ഡിസിപ്ലിനകത്തിട്ടാണ്. രാവിലെയുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര സമയത്ത് തീർക്കുക, അത്ര സമയത്ത് തീർക്കുക, അങ്ങനത്തെയുള്ള പ്രോഗ്രാം നേരത്തെ കൂടി പ്രോഗ്രാം ചെയ്യുക. ആ പ്രോഗ്രാം അനുസരിച്ച് അന്നത്തെ ദിവസം നടത്തിക്കൊണ്ടുപോവുക. അതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കാര്യം നടത്തി വരുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വിജയമാണ്. എനിക്ക് അതിൻ്റെ അനുഭവം ഉണ്ടെന്ന് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഡിസിപ്ലിൻ കൊണ്ടാണ് ഒരു കാര്യം നേടാൻ പറ്റും. പിന്നെ ക്ഷമയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതൊരു ഉദാഹരണം ക്ഷമിക്കുക. ആത്മീയമുള്ളവനെ, ദൈവമുള്ളവനെ ക്ഷമിക്കാൻ പറ്റും, അല്ലാതെ ക്ഷമിക്കാൻ പറ്റില്ല. അത് ആത്മീയത്തിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമില്ലാത്തവനെ ക്ഷമിക്കാൻ അല്ല, ദൈവമുള്ളവനെ ക്ഷമിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഒരു അംശമുള്ളവൻ മാത്രമേ ക്ഷമയുണ്ടാവും, അല്ലാത്തവനെ ക്ഷമിക്കത്തില്ല. അവൻ്റെ മനസ്സിലുള്ള അവൻ ജലസിയാണ് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അവന് അതേ ദിവസം അതിൻ്റെ സമാധാനമായിട്ട് നോക്കാൻ പറ്റും. ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. അത് നമ്മളിൽ തന്നെ ചെയ്യേണ്ട കാര്യം, വേറെ ആരുടെയും ഇതിനു വേണ്ടിയുള്ളതല്ല, നമ്മളിൽ തന്നെ ചെയ്യുന്ന കാര്യം. അത് നമുക്ക് ഈസിയായിട്ട് ഓരോരുത്തർക്കും ചെയ്യാം. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് പ്രയത്നം. പ്രയത്നം എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ടപ്പെട്ട പരിപാടിയൊന്നുമല്ല. അത് അങ്ങനെ നമുക്ക് തോന്നുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജോലിയല്ല. നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും ജോലിയല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയിൽ വിജയിക്കാൻ. അപ്പോൾ ഈ തലമുറയിലെ ആളുകൾ തലമുറയ്ക്ക് സഹകരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. എങ്കിലേ ഈ കുടുംബം മുന്നോട്ട് പോകാൻ വളർച്ചയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബാബു ജോൺ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇഷയിലേക്ക് എത്തിയിരിക്കേണ്ടതാണ്. ജയം തന്ന ദൈവം
സദസ്സിലേക്ക് വിളവിനാൽ തച്ചടയത്ത് ഉപശാഖ അംഗമായ ശ്രീ ടി ഇ ജോർജിനെ ക്ഷണിക്കുന്നു. He is a retired Chief Engineer of Merchant Navy. His contribution to the first and second edition of Vilavinal Kudumba Charitram as a committee secretary is remarkable. He held notable positions as Omalur St. Thomas Orthodox Velivali Trustee, YMCA President, Pathanamthitta Rotary Club President, and Thumbaman Bhadrasana Sunday School Director as well. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. കഴിഞ്ഞ കുടുംബയോഗത്തിന് ശേഷം ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിൽ ശ്രേഷ്ഠമായ വിജയം കൈവരിച്ചവർ, നല്ല മൈൽ സ്റ്റോണുകൾ താണ്ടിയവർ, നമ്മുടെ കുടുംബത്തിന് അഭിമാനം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള സ്ഥാനങ്ങളിൽ വന്നവർ, ഇങ്ങനെയുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് നമുക്കുണ്ട്. ആദ്യമായി 10ാം ക്ലാസ്സിൽ SSLC, CBSE, ICSE, മലയാളം മീഡിയം ഇവയിലൊക്കെ പ്രഗത്ഭരായ അല്ലെങ്കിൽ A+ എല്ലാ വിഷയങ്ങൾക്കും ലഭിച്ചവർ, റാങ്കുകൾ ലഭിച്ചവർ, അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇറക്കിയ ഒരു വിജ്ഞാപനത്തിൽ കൂടെ ക്ഷണിച്ചത്. പക്ഷേ നമുക്ക് ഒരാൾ മാത്രമേ, എനിക്ക് തോന്നുന്നു കോവിഡ് കാരണം കൊണ്ട് ഒത്തിരി പേർക്ക് നമ്മളെ ബന്ധപ്പെടുവാൻ സാധിക്കാഞ്ഞതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു, ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിളവിനാൽ തായ് ശാഖയിൽ തേപ്പുപാറ ഉപശാഖയിൽ തേപ്പുപാറ വിളവിനാൽ 16ാം തലമുറക്കാരനായ ശ്രീ VP കൊച്ചുമോൻ്റെയും ശ്രീമതി ക്യൂൻ സാബിയുടെയും മകൻ VK പോൾ. മോൻ എഴുന്നേറ്റ് വന്നാട്ട് സ്റ്റേജിലേക്ക്. കൈപ്പട്ടൂർ സെൻറ്റ് ജോർജ് മൗണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. ഞാനും അതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് മുൻപോട്ടുള്ള പഠനത്തിലും ജീവിതത്തിലും കൂടുതൽ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബയോഗത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ട്. ഇപ്പോഴ് ട്രോഫിയും ക്യാഷ് അവാർഡും പ്രസിഡന്റ് നൽകും. താങ്ക് യു. അടുത്തതായിട്ട് അക്കാഡമിക് എക്സലൻസ് അവാർഡാണ്. പുന്നമംഗലത്ത് ശാഖയിൽ കോട്ടയം പുന്നമംഗലത്തെ വീട്ടിൽ ശ്രീ PG ജെയിംസിൻ്റെയും ശ്രീമതി ബെറ്റിയുടെയും മകൾ ഡോക്ടർ ആശാസ് ലിസ ജെയിംസ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BTechൽ ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണ്. നേരത്തെ നമ്മൾ ആദരിച്ചതാണ് ആ ലബ്ധിക്ക് വേണ്ടി. ഇപ്പോഴ് ആ മകള് ഗാന്ധിനഗർ IITയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗ് നാനോ സയൻസിൽ PhD കരസ്ഥമാക്കിയിരിക്കുന്നു. സ്കൂൾ തലം മുതൽ ഇന്ന് വരെയും അക്കാഡമിക് തലത്തിലും എക്സ്ട്രാ കരിക്കുലർ തലത്തിലുമുള്ള നേട്ടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. അത് 2-3 പേജുണ്ട്. ഞാനത് പിന്നെ ഒരു സമയത്തുണ്ടെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോൾ അത് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഡോക്ടർ ആശ ഡൽഹിയിൽ SCS ഇൻ്റർനാഷണലിൽ ഡെവലപ്മെൻറ്റ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. മറ്റന്നാൾ ആശയുടെ വിവാഹമായതിനാൽ ഇന്ന് ഇവിടെ വരുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് അസാന്നിധ്യം. ഡോക്ടർ ആശ ലിസ ജെയിംസിന് വിളവിനാൽ കുടുംബത്തിൻ്റെ അഭിനന്ദനങ്ങളും വിവാഹ മംഗളാശംസകളും അറിയിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ. ഇന്ന് അടുത്തതായി നമ്മൾ 2 പേരെ ആദരിക്കുന്ന 2 പേരും ഇപ്പോൾ സ്റ്റേജിൽ ഉപവിഷ്ടരാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
തിളക്കമാർഗ വിജയം കരസ്ഥമാക്കിയ 2 ജനപ്രതിനിധികളാണവർ. അതിലൊരു വയസ്സ് പ്രായം കൂടിയ ആളിനെ ആദ്യം തുടങ്ങാം. തെക്കേമുറിയിൽ ശാഖയിൽ ഏഴംകുളത്ത് പുലിയണ്ണാൽ വീട്ടിൽ 16ാം തലമുറക്കാരനായ ശ്രീ ബാബു ജോൺ ഏഴംകുളം പഞ്ചായത്തിൽ LDF പാനലിൽ റിക്കാർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. പ്രകൃതി സ്നേഹിയായ ബാബു ജോൺ തൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നതിനാൽ ദേശീയ വാർത്താ ഏജൻസികൾ വരെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചാരണം നൽകി. ചുവരെഴുത്തോ മൈക്ക് അനൗൺസ്മെൻറ്റോ ഫ്ലക്സ് ബോർഡുകളോ ഒന്നുമില്ലാതെ ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. തൻ്റെ വീടിൻ്റെ പരിസരം ഒരു വനമാണോ എന്ന് തോന്നിപ്പോകും. MG സർവകലാശാല സെക്ഷൻ ഓഫീസറായി വിരമിച്ച ഇദ്ദേഹം മിക്കവാറും നാട്ടിലില്ലായിരുന്നതിനാൽ കുടുംബയോഗങ്ങൾക്ക് സാധാരണ വരുമായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും നമുക്ക് സുപരിതരാണ്. ജോണിച്ചായനും മറിയാമ്മ കൊച്ചമ്മയും ഒറ്റ കുടുംബയോഗം പോലും ഇതിനുപോലും വരാതെ ഇരുന്നിട്ടില്ല. അവരിന്ന് നമ്മോട് കുഴപ്പം ഇല്ല. ജോണിച്ചാൻ ഈ വർഷത്തിൻ്റെ ആദ്യം ഏപ്രിലാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. 59 വയസ്സുള്ള ശ്രീ ബാബു ജോൺ പശ്ചിമഘട്ട സംരക്ഷണ സമിതി, അടൂർ പരിസ്ഥിതി കൂട്ടായ്മ, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഏഴംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്രാവശ്യം പട്ടികജാതി സ്ത്രീ സംവരണമായിരുന്നില്ലെങ്കിൽ തീർച്ചയായും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമായിരുന്നു. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുടുംബയോഗത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായി നാം ആചരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ വിളവിനാൽ തായ് ശാഖയിൽ തച്ചരടയത്ത് ഉപശാഖയിൽ 16ാം തലമുറക്കാരനായ അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാലാണ്. ഇദ്ദേഹം ഓമല്ലൂർ പഞ്ചായത്തിൽ പുത്തൻപീടികയിൽ നിന്നും UDF പാനലിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. ചെറുപ്പം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം നിറസാന്നിധ്യമാണ്. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി, മലങ്കര മർത്തോമ സുറിയാനി സഭ പ്രതിനിധി മണ്ഡലാംഗം, പത്തനംതിട്ട YMCA ഡയറക്ടർ ബോർഡ് അംഗം, ജില്ലാ ഭക്ഷ്യ വിജിലൻസ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ധാരാളം സ്ഥാനങ്ങളുണ്ട്. അതും ഒത്തിരി എഴുതണമെന്നുള്ളത് വായിക്കണമെന്നുണ്ട്, ഞാൻ എഴുതിയില്ല. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായി 30-ാം തീയതി സ്ഥാനം ഏൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അഭിമാനമുണ്ട്. ഓമല്ലൂരിൻ്റെ ആസ്ഥാനത്ത് തന്നെ, നമ്മുടെ കുടുംബ യോഗത്തിൻ്റെ ആസ്ഥാനത്ത് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നമ്മുടെ കുടുംബാംഗം വരിക എന്നുള്ളത് നമ്മൾക്ക് വളരെ അഭിമാനകരമാണ്. 58 വയസ്സുകാരനായ അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ കൂടുതൽ പ്രയോജനപരമായ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാര്യ സജനയും മക്കൾ നികിതയും ഋതികയും ഇന്നത്തെ ഈ ഗായക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളികളാണ്. കുടുംബയോഗത്തിലുള്ള അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവം തമ്പുരാൻ നയിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കുടുംബയോഗത്തിൻ്റെ എല്ലാവിധമായ അനുകൂലങ്ങളും ഇപ്പോൾ അറിയിക്കുന്നു. കൈയടിച്ച് ആദരിച്ചാട്ടി. ഇപ്പോൾ കുടുംബയോഗം പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഇനി അവർ രണ്ടുപേരും
നമ്മളോട് ഒരു കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോടൊന്ന് പറയാനുള്ള അവസരമാണ്. താങ്ക് യു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷന് കുടുംബയോഗം പ്രസിഡന്റ് പ്രൊഫസർ പി മാത്യു സാറ്, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺസൺ വിളവിനാൽ, സദസ്സിലിരിക്കുന്ന കുടുംബയോഗ അംഗങ്ങളെ, വളരെ ആഴത്തിൽ വേരുകളുള്ള ഒരു തായ്തടിയുടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ശാഖയിൽ ഒരംഗമാണ് പറയുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കുടുംബയോഗത്തിൻ്റെ യോഗങ്ങളിലൊന്നും ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്ന കുറ്റബോധത്തോടു കൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പശ്ചാത്തലത്തിൽ കുടുംബയോഗത്തിൻ്റെ ഈ പ്രത്യേക കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പരിമിതമായ ആളുകൾ സമ്മേളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ബന്ധുജനങ്ങളോടൊപ്പം ഒത്തിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷകരമായ, സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും അവരോടൊപ്പം ഒത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം. ആ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജോൺസണും ഞങ്ങളുമൊക്കെ നോക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വാർഡിലെ സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബയോഗത്തിൻ്റെ ഫണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ദശാംശത്തിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നാട്ടിലെ സാധാരണ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുമൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ വന്നത് ശേഖരിച്ച് അർഹിക്കുന്ന കരങ്ങളിലെത്തിക്കും. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുമ്പോഴാണ്. അത് ഈ കുടുംബയോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വളരെ സമൃദ്ധമായി ആ നന്മ അവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ 2021 2020 നമ്മളുടെ മാർച്ച് മാസത്തോടുകൂടി നമ്മളുടെ പല സ്വാതന്ത്ര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയും നമുക്ക് 2021 ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമുക്ക് തിരികെ കിട്ടും എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഒരു നല്ല പുതുവത്സരം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യായ ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ പ്രിയപ്പെട്ട ബാബു സാർ, പ്രിയപ്പെട്ട ഭവൻ സാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്വന്തം കുടുംബത്താൽ ആദരിക്കപ്പെടുമ്പോൾ അത് വലിയ ഒരാദരവായി അതിനെ കാണുന്നു. നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ സമൂഹത്തിൽ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഈ മഹാമാരി നമ്മളെ കാർന്നു തിന്നുന്നു എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട ബാബുച്ചാൻ ഇവിടെ പറയുകയുണ്ടായി. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, കൂട്ടിവെക്കുമ്പോൾ ഇതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പോകുമോ എന്ന ഭയം നമ്മളെ അലട്ടുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നോർക്കണം. ആർക്കും ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ലോകം മുമ്പോട്ട് പോയിരിക്കുന്നത്. എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്നോർക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ക്രിസ്തുവിനെ പോലും വിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ കൃതജ്ഞതയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വളരെ ബുദ്ധിമുട്ടുള്ള, പ്രയാസപ്പെട്ട ഒരു ജോലി, ദൈവം അനുവദിച്ചാൽ ഒരു മുൾക്കിരീടം തന്നെ
ഈ മാസം 30-ാം തീയതി തലയിലേക്ക് വരും. മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ മുൾക്കിരീടം തന്നെയാണ്. ഇതിനു മുമ്പൊക്കെ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഈ കുടുംബത്തിൻ്റെ ശക്തിയും ഓജസ്സും എല്ലാ മേഖലകളിലും അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല പ്രതിസന്ധികളെ നേരിട്ട സാഹചര്യത്തിലും ഞങ്ങളുടെ സഭ തന്നെ കാലം ചെയ്ത മാർത്തോമാ മെത്രാപ്പോലിത്ത എത്രയോ കാര്യങ്ങളിൽ അന്വേഷണ കമ്മീഷനായിട്ട് എന്നെ നിയോഗിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാനത് എങ്ങനെയെങ്കിലും അത് കൊണ്ടുവന്ന് ഭംഗിയായി തീർക്കുമെന്ന്. അതെല്ലാം ലഭിച്ചത് പ്രവന കുടുംബത്തിൽ ജനിച്ചവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ജീൻസ് എന്ന് പറയുന്നത്. ആ കുടുംബ പാരമ്പര്യം ഒരിക്കൽ പോലും അതിന് കളങ്കമേൽക്കാതെ, പ്രത്യേകിച്ച് ഓമലൂരെ പോലെയുള്ള സഭ പോലെയുള്ള കുടുംബ ആസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറെ ഭയത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ നാളുകളിൽ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ആദരവ് തന്ന എൻ്റെ പിതാക്കന്മാരോട് പ്രത്യേകം നന്ദി പ്രകടിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ഓൾ. കൃതജ്ഞത അർപ്പിക്കുവാനായി കുടുംബയോഗം ജനറൽ കൺവീനർ ശ്രീ തോമസ് കുട്ടി ഈശോയെ ക്ഷണിക്കുന്നു. He is into social activities after his retirement as a Chief Engineer of Merchant Navy. Now he is the working president of Omalur YMCA. മോൻസി സാറിൻ്റെ ശിഷ്യനാണ്. പ്രത്യേക അക്നോളജ്മെൻ്റ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ബഹുമാന്യരായ കുടുംബാംഗങ്ങളെ, ഇത്തവണത്തെ കുടുംബയോഗം ഒരു പ്രത്യേക രീതിയിൽ നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ്, പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇത് നടന്നത്. അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കത്തക്കവണ്ണം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലൈവ് വെബ്കാസ്റ്റിംഗ് നടത്തണമെന്നുള്ള പരിപാടി ഇട്ടു. എന്നാൽ നിർഭാഗ്യവശാൽ ലൈവ് വെബ്കാസ്റ്റിംഗ് അത്ര വിജയകരമായില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് വീണ്ടും കുറേ ദിവസങ്ങളോളം ഇത് യൂട്യൂബിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു ആശയാണ് എനിക്കിപ്പോഴുള്ളത്. എന്തായാലും ഞങ്ങൾ കുറേ ശാഖാ അടിസ്ഥാനത്തിലും സാമീപ്യം കൊണ്ടുമുള്ള കുറേ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. എങ്കിലും അവരിൽ പകുതിയോളം പേരും വന്നില്ല. എങ്കിൽ തന്നെ നമ്മളെ കോവിഡ് പ്രോട്ടോക്കോൾ പൂർണ്ണമായിട്ട് പരിപാലിക്കപ്പെട്ടു എന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ യോഗം വിജയകരമാക്കിയ എല്ലാവരോടും നന്ദി പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. 2 മിനിറ്റ് ഞാൻ അല്പാധിക പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ആദ്യമായി നമ്മുടെ കുടുംബയോഗം വിദൂരതയിലിരിക്കുന്നവരും കാണും എന്നതിനാൽ അന്യരാജ്യങ്ങൾ കുടിയേറി പാർക്കുന്നവരോട് ഒരു കാര്യം ഓർപ്പിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവർ കാണുമെന്നുള്ള, ഒരുപക്ഷെ കണ്ടേക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും അത് പറയുകയാണ്. ഈ യോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ ശ്രമഫലമായിട്ട് ഞാൻ പല ജോലികളും എൻ്റെ മകൻ്റെ സഹായം തേടുകയും അവനും വന്ന് ഈ ഹോൾ അറേഞ്ച് ചെയ്യുന്നതിനും മറ്റും പല കാര്യങ്ങളും സഹായിച്ചു എന്നുള്ള നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ അതിനിടെ ഒരു 4-5 തവണയെങ്കിലും അവൻ എന്നോട് ചോദിച്ചു, അപ്പായിക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? ഈ പരിപാടിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? ആര് കാണും? എന്ത് കാണും? നമ്മൾ മാത്രമേ ഉള്ളോ? ഇതിന് മറ്റാരും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ. കുടുംബത്തിൽ ഒരു നല്ല വിഭാഗം ആളുകൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണിതൊക്കെ? എന്ത് പ്രയോജനമാണ്? വേദപുസ്തകത്തിലെ വംശാവലികളെക്കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ വർഷം സാഹിത്യകാരൻ ബെന്യാമീൻ പറയുകയുണ്ടായി, ആഫ്രിക്കൻ ഗോത്രവർഗക്കാരുടെ ഇടയിൽ വംശാവലി പഠിപ്പിക്കുന്ന പതിവുണ്ട് കുട്ടികളെ. അതുപോലെ ചൈനക്കാരുടെ ആചാരങ്ങളുണ്ട്. ചൈനയിൽ നിന്ന് കുടിയേറി പാർത്ത് ഏത് സ്ഥലത്തായാലും
ആ ചൈനയിലെ ഗ്രാമങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ അവരുടെ കുട്ടികളുണ്ടാകുമ്പോൾ അവർ ഒരു ചെറിയ സംഖ്യ, ഒരു എമൗണ്ടും ഈ പുതിയ കുട്ടിയുടെ അപ്പൻ്റെ അമ്മയുടെയും കുട്ടിയുടെയും ഡീറ്റെയിൽസും സഹിതം ഇവരുടെ സ്ഥലത്തെ ചൈനയിലെ ഗ്രാമത്തിലെ കുടുംബക്ഷേത്രത്തിലേക്ക് അത് അയച്ചു കൊടുക്കും. അവരത് ക്ഷേത്രത്തിലെ രജിസ്റ്ററുകളിൽ എഴുതി വയ്ക്കുന്ന ഒരു പതിവുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് തലമുറയിൽപ്പെട്ട ഒരാളായാലും അയാൾക്ക് ആ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിഞ്ഞാൽ അയാളുടെ പൂർവ്വ തലമുറകളെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിലെഴുതിയിരിക്കുന്നത്. അതായത് അവരുടെ ബന്ധുക്കളെയും കണക്റ്റഡായിട്ടുള്ള ആൾക്കാരെയും കണ്ടുപിടിക്കാൻ കഴിയത്തക്കവണ്ണം അവിടെ ആ റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട്. ആർതർ ഹെയ്ലി എന്ന എഴുത്തുകാരൻ എഴുതിയ ദ റൂട്ട്സ് എന്ന നോവൽ ചിലരെങ്കിലും വായിച്ച് കാണുമല്ലോ. ഇതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, എന്നാൽ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കപ്പൽ ജോലിക്കാരനായിരുന്നു. ഏതാണ്ട് 15 വർഷം മുമ്പ് വെസ്റ്റ് ഇൻഡീസിലെ ഒരു ദ്വീപിൽ ഞാൻ ഒരു സായാഹ്നത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുകയുണ്ടായി. അപ്പോൾ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, എൻ്റെ ഒരു പാർക്കിൽ അടുത്തിരുന്ന ഒരു മനുഷ്യൻ, ഒരു സൗത്ത് ഇന്ത്യൻ ആണ് എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിക്കത്തക്ക ഒരു മനുഷ്യനായിരുന്നു. അയാളുമായിട്ട് ഞാൻ ചില ഡയറക്ഷൻസ് ചോദിക്കുകയും അല്പം പരിചയപ്പെടുകയും ചെയ്തു. എന്നിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണോ? അപ്പോൾ അല്ല, എൻ്റെ വല്യപ്പൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. വല്യപ്പൻ വെസ്റ്റ് ഇൻഡീസിലെ ഡച്ച് ആൻറ്റിലസ് എന്ന് പറയുന്ന ദ്വീപസമൂഹത്തിലെത്തുകയും 1920-കളിൽ അവിടെ ചെന്ന് അയാളുടെ ഒരു ഡച്ച് വനിതയെ വിവാഹം കഴിക്കുകയും അയാളുടെ പുത്രനും ഒരു ഡച്ച് വനിതയെ വിവാഹം കഴിച്ചു. എന്നാൽ 3-ാം തലമുറ പക്ക മലയാളി അല്ലെങ്കിൽ തമിഴൻ ലുക്കുള്ള ഒരു ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഇവിടെ വെച്ച് ആരെ കണ്ടാലും അയാൾ ഇവിടുത്തുകാരനാണെന്ന് തോന്നും. പക്ഷേ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങളുടെ സ്വദേശം, നിങ്ങളുടെ പിതാക്കന്മാർ? അപ്പോൾ അയാൾ പറഞ്ഞു, അതെനിക്കറിയത്തില്ല. അങ്ങനെ ഒരു റെക്കോർഡ് വല്യപ്പൻ എങ്ങും എഴുതി വെച്ചിട്ടുമില്ല, ഞാനോട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ അയാൾ 2 തവണ ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ് ബിസിനസ് സംബന്ധമായി ബാംഗ്ലൂരിൽ വരികയും ചില ഊഹാപോഹങ്ങൾ കൊണ്ട് അയാൾ തിരക്കങ്ങൾ നടത്തിയെങ്കിലും അയാളുടെ വേരുകൾ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, അന്നേരം അയാൾക്കുണ്ടായ ഒരു നഷ്ടബോധം എനിക്ക് ഫീൽ ചെയ്തു. എവിടെ നിന്ന് വന്നു എന്നറിയുന്നില്ല. അപ്പോൾ ഇതൊരു പക്ഷേ കേൾക്കാൻ സാധ്യതയുള്ള പ്രവാസികളായ നമ്മുടെ കുടുംബാംഗങ്ങളും അവരുടെ മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ അടുത്ത 2 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ളവർ ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ ഒരു കുടുംബയോഗത്തിലെ സെറ്റപ്പ് വിപുലീകരിക്കുകയും അതിൽ പ്രവാസികളും ഭാഗഭാക്കാക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയാണ്. ഇത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നേ കുറേ പേരെങ്കിലും കേട്ടിരുന്നേന്. ആരും കേട്ടില്ലെങ്കിൽ നിങ്ങളെങ്കിലും കേട്ടല്ലോ, സന്തോഷം. എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് എന്തായാലും ഈ കുടുംബയോഗം ശക്തിപ്പെടുത്തുന്നതിന് ഏതെങ്കിലുമൊക്കെ ചില പുതുമകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോരോ ഏരിയകളിലും പ്രത്യേകമായ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും കുടുംബയോഗത്തിൻ്റെ ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി അതിശക്തപ്പെട്ടെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചിന്തിക്കണമെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വർഷത്തെ കുടുംബയോഗവും നടത്താൻ വേണ്ടി വളരെയധികം പ്രേരണയോടുകൂടി അല്ലെങ്കിൽ മുൻകൈ എടുത്ത് നടത്തുകയും ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുകയും ചെയ്ത പ്രസിഡന്റ് പ്രൊഫസർ പി മാത്യുവിനെ എൻ്റെ നന്ദി അറിയിക്കുന്നു, കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം
ഇന്ന് വളരെ തിരക്കുണ്ട്, വളരെ ഔദ്യോഗികമായ തിരക്കുണ്ടായിട്ടും നമ്മുടെ കുടുംബയോഗത്തിൻ്റെ കാര്യത്തിൽ ഉത്സാഹമായിട്ട് ഇവിടെ വന്നു ചേർന്ന നമുക്കൊരു നല്ല സന്ദേശം തന്ന റവറൻ ഫാദർ എബി സ്റ്റീഫൻ അച്ഛനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അഭിനന്ദനാർഹമായ കാര്യങ്ങൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന നമ്മുടെ നേതാക്കന്മാർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിൽ എനിക്ക് വളരെയധികം സപ്പോർട്ട് തന്ന എൻ്റെ ഈ കൊയർ കമ്പയറിംഗ് നടത്തിയ ടീമിനെ ഞാൻ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഇത് ഇത്രത്തോളം ഇത് വളരെയധികം എൻ്റെ ഒരു റേറ്റിംഗ് പറഞ്ഞാൽ റേറ്റിംഗ് 40% താണ ഒരു പ്രോജക്റ്റായി പോയി ഇന്നത്തേത്. എങ്കിലും 40% വിജയം പാസ് മാർക്ക് കിട്ടും എന്നുള്ള അതിന് സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. താങ്ക് യു ശ്രീ തോമസ് കുട്ടി ഈശോ. സമാപന പ്രാർത്ഥനയ്ക്കായി ശ്രീമൻ ജോസ് ജോൺ കാഞ്ഞിരം നിൽക്കുന്നതിൽ മല്ലശ്ശേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ ദൈവമേ, മനോഹരമായ ഈ സായം വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിളവിനാൽ കുടുംബ യോഗത്തിൻ്റെ 39ാമത്തെ വാർഷിക സമ്മേളനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കർത്താവെ വളരെ ചുരുങ്ങിയ നിലയിൽ ഇന്നേ ദിവസം ഇവിടെ ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരനേകർ വന്നിട്ടില്ലായിരുന്നുവെങ്കിലും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുള്ള എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്കതിന് കൊടുത്തതായ സന്തോഷത്തിനായിട്ടും ഉൾപ്രേരണയ്ക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. 2020 നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. നല്ല സന്ദേശം നൽകിയ എബിയച്ചനായിട്ട് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്, ദൈവത്തിന് പ്രയോജനകരമായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടതായ 2 വിശിഷ്ട വ്യക്തികളെ ഇന്ന് ആദരിക്കുവാനായിട്ടിടയായി തീർന്നു. അവരെ ഓർക്കുന്ന അവരുടെ സേവനം ദേശത്തിന് അനുഗ്രഹമായി, അവരുടെ പരിധിക്കുള്ളിൽ ആ കാര്യങ്ങൾ നിറവേറ്റുവാൻ അധികമായി അവിടുന്ന് അവരെ സഹായിക്കണം. കൂടാതെ ഈ കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഉയർന്ന സ്കോർ ലഭിക്കാനായിട്ടിടയായി തീർന്നു. അവരെ ആദരിക്കുവാൻ ദൈവം സഹായിച്ചു. കൂടാതെ കൊയർ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടാതെ ഇവിടെ ക്രമീകരിച്ച എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ടും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മഹാകുടുംബമായി ലോകരാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ചിതറിപ്പാർത്തുകൊണ്ട് അനേക ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നല്ല പദവികൾ അലങ്കരിച്ചുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ശേഷമുള്ളവരെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതാതിടങ്ങളിൽ ദൈവം വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. കേവലം 75 വയസ്സ് മാത്രം പ്രായമുള്ള പ്രായാധിക്യത്തിലുള്ള ഒരു വൃദ്ധനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദൈവം തിരഞ്ഞെടുത്ത് അവർക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അവരെ ഭൂതലത്തിൻ്റെ മധ്യത്തിലൊരു രാഷ്ട്രമായി, ലോകരാഷ്ട്രങ്ങൾക്ക് പേടിസ്വപ്നമായി, ലോകരാഷ്ട്രങ്ങൾക്ക് അത്ഭുത വിഷയമായി ദൈവത്തിൻ്റെ സാക്ഷികളായി നിർത്തിയിരിക്കുന്ന ഇസ്രായേലിനെ പോലെ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയവനായ ദൈവം ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും
ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി നടത്തി ദൈവത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. വിശേഷാൽ കർത്താവെ, ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് ഒരു വിടുതലുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മാത്രമാണ് നിറവേറുന്നത്. അത് ആർക്കും ദോഷമായി തീരുവാനിടയാകാതെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതശൈലിയെ മാറ്റുവാനും ഇതിൽ നിന്ന് അനേക പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ ക്രമീകരിക്കുവാനും വരുത്തുവാനും അവിടുന്ന് ഞങ്ങൾക്കിടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഈ യോഗത്തിൻ്റെ ആദ്യോടൊന്നും കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയുന്നു. ദൈവത്തിൻ്റെ വിലപ്പെട്ട സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നന്ദി ശ്രീ ജോസ് ജോൺ. 39ാം വാർഷിക യോഗം സമാപനം കുറിച്ചിരിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാവരോടും അതോടൊപ്പം തന്നെ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളോടുമുള്ള വലിയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത യോഗത്തിൽ കോവിഡ് പശ്ചാത്തലം മാറി എല്ലാവരെയും നേരിൽ കാണുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ. ലഘുഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഏവരും അതിലും സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു.